സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷമൊക്കെ 160 രൂപയായിരുന്നുള്ള വെളിച്ചെണ്ണ ഇപ്പൊ 500 രൂപയിലധികം കൊടുക്കണം വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ. ആശ്രയ കേന്ദ്രങ്ങളായിട്ടുള്ള സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു സാധനവും കിട്ടുന്നില്ല. സ്ത്രീ സുരക്ഷാ സംവിധാനം കേരളത്തില് നിരന്തരം പരാജയമാണെന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പീഡന കേസില് പ്രതിയായിട്ടുള്ള ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഏത് മേഖലകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം അമ്പേ പരാജയമാണെന്നാണ്. പഴംപൊരി കഴിച്ചാൽ പോലും 10,000 രൂപ കൊടുക്കേണ്ട മന്ത്രി പുങ്കവന്മാര് ഭരിക്കുന്ന, രാഷ്ട്രീയ നേതാക്കന്മാര് ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. നമസ്കാരം. ചരിത്രത്തിലില്ലാത്ത വിലക്കയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ 160 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇന്നിപ്പോൾ ഏകദേശം 500 രൂപ പിന്നിട്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില എന്നുള്ളതാണ്. സാധാരണക്കാരന്റെ അടുക്കളയുടെ ബഡ്ജറ്റ് താളം തെട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിലക്കയറ്റത്തിനെതിരായിക്കൊണ്ട് മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ് എനിക്ക് പിറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ പ്രതീകാത്മകമായിട്ട് കഞ്ഞി വെച്ചും പപ്പടം ചുട്ടും പ്രതിഷേധിക്കുകയാണ്. അരി വാങ്ങാൻ തങ്ങളുടെ കയ്യിൽ പണമില്ല, അരിക്ക് തൊട്ടാൽ ലഭിക്കാത്ത വിലയാണ് അരിക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തങ്ങൾക്ക് അരി വാങ്ങാൻ പണമില്ല, അതുകൊണ്ട് തങ്ങൾ കാലി ചട്ടിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവര്. BJP കോഴിക്കോട് സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി രമ്യ മുരളി നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് നീങ്ങിയ സാഹചര്യം, വിലക്കയറ്റം തന്നെ സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഇപ്പം വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വിവരമാണോ ഇപ്പൊ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷമൊക്കെ 160 രൂപയായിരുന്നുള്ള വെളിച്ചെണ്ണ ഇപ്പൊ 500 രൂപയിലധികം കൊടുക്കണം വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ. അപ്പൊ സാധാരണക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വിലക്കയറ്റം വർദ്ധിച്ചു വരികയാണ്. പാവപ്പെട്ട നിത്യ കൂലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, ധാരാളം ആളുകളുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത്. അങ്ങനെയുള്ളവർക്കൊന്നും വളരെയേറെ കഷ്ടപ്പാടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അരിക്ക് അടക്കം വർദ്ധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ ഒന്നും നല്ല രീതിയിൽ കിട്ടാവുന്ന ആശ്രയ കേന്ദ്രങ്ങളായിട്ടുള്ള സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു സാധനവും കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മിതമായ നിരക്കിൽ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ, നല്ല സാധനങ്ങൾ കിട്ടാനില്ല. ഈ രീതിയിൽ വിലക്കയറ്റം കൂടി ആവുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ വളരെയേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹിളാ മോർച്ച ഇത്തരത്തിലൊരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്ത്രീ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ് കേരളത്തിൽ. അല്ലെ, ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷാ സംവിധാനം കേരളത്തില് നിരന്തരം പരാജയമാണെന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പീഡന കേസില് പ്രതിയായിട്ടുള്ള ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? നമ്മളെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം അടിയന്തരമായിട്ട് ഒരു ചോദ്യം ഉള്ളത്, ഇത്രയും അധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ കൊടും ക്രിമിനൽ ചാടി രക്ഷപ്പെടുന്നത്. അത് കൂടാതെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പീഡനങ്ങളും മറ്റും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയധികം പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്തും ഈ പീഡനങ്ങളിലെല്ലാം പ്രതിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുന്നു എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടായിട്ട് തന്നെ അതിനെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ന് മഹിളാ മോർച്ചയുടെ ഐതിഹാസികമായ ഒരു സമരം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പല മേഖലകൾ എടുത്തു നോക്കിയാലും, വിലക്കയറ്റം മാത്രമല്ല, ഇനി ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, ഒരു സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ, റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ, അതുപോലെയുള്ള ഏത് മേഖലകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം അമ്പേ പരാജയമാണെന്നാണ്. കാരണം കേരളം ഇതുവരെ മാറി ഭരിച്ചിട്ടുള്ള ഇടതിന്റെയും വലതിന്റെയും ഭരണ പ്രഹസനമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായുള്ള ആളുകൾ പോലും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ വിദേശത്ത് പോകുന്നു, അവരുടെ ലക്ഷക്കണക്കിനുള്ള കണ്ണടകൾ വാങ്ങുന്നു, അവര് ചായ കുടിക്കാൻ ബില്ലെഴുതി വാങ്ങുന്നത് 50,000 60,000 രൂപ. പഴംപൊരി കഴിച്ചാൽ പോലും 10,000 രൂപ കൊടുക്കേണ്ട മന്ത്രി പുങ്കവന്മാര് ഭരിക്കുന്ന, രാഷ്ട്രീയ നേതാക്കന്മാര് ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അതിനൊരു മാറ്റം അനിവാര്യമാണ്. അതേപോലെ നമുക്കൊരു ദിവസം പത്രമെടുത്ത് നോക്കിയാൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് പിശാചിന്റെ നാടായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.